നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടി മഞ്ജു വാര്യർക്കെതിരെ പോസ്റ്റിട്ട് വാർത്തകൾ ഇടം പിടിക്കുകയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ. മഞ്ജുവിന്റെ ജീവൻ അപകടത്തിലാണെന്നും ഇക്കാര്യം മഞ്ജു തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും വാദിക്കുന്ന സനൽകുമാർ മഞ്ജുവിന് തന്ന പേര് ശബ്ദരേഖയും പുറത്തുവിട്ടിരുന്നു. പിന്നാലെ ഇയാൾക്കെതിരെ മഞ്ജു വാര്യർ കേസും നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇയാൾ പങ്കുവച്ച പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത്. മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണെന്നും അവരോടൊപ്പമുള്ള മാനേജർ എന്നയാൾ ക്രിമിനലാണെന്നും അയാളും പോലീസിലെ ഉന്നതന്മാരും ചേർത്ത് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു മഞ്ജു വാര്യർ അറിയാതെ എനിക്കെതിരെ കള്ളപ്പരാതി നൽകിയതെന്നും അതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. 2 ദിവസമായി ഇക്കാര്യം ചെയ്തിട്ട്. അത് പെറ്റീഷൻ മോണിറ്ററിംഗ് സെല്ലിന് കൈമാറി. രജിസ്ട്രേഷൻ നമ്പർ ഇല്ലാതെ ഒരു മറുപടി DGPയുടെ ഓഫീസിൽ നിന്ന് കിട്ടി എന്നല്ലാതെ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ആരാണോ മഞ്ജു വാര്യരെ അപായപ്പെടുത്തുമെന്ന് ഞാൻ കാരണസഹിതം പരാതി കൊടുത്തുവോ അയാൾ ഇപ്പോഴും അവർക്കൊപ്പം തുടരുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ DGPക്ക് മറ്റൊരു ഇമെയിൽ കൂടി അയച്ചു എന്നാണ് സനൽകുമാർ കുറിച്ചിരിക്കുന്നത്. അതേസമയം നേരത്തെ ഇയാൾ പങ്കുവച്ച പോസ്റ്റും ശ്രദ്ധ നേടുന്നുണ്ട്. പ്രിയ സുഹൃത്ത് താജുദ്ദീൻ എന്റെ ഒരു പോസ്റ്റിൽ എഴുതിയ കമന്റിന്റെ 2 പ്രസക്തമായ ചോദ്യങ്ങളുണ്ട്. അവയ്ക്ക് ഞാൻ എഴുതിയ മറുപടി സുഹൃത്തുക്കളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ കാരണമാകുമെങ്കിൽ നന്ന് എന്നോർത്ത് ഇവിടെ എഴുതുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് സനൽകുമാർ കുറിപ്പ് ആരംഭിക്കുന്നത്. 1. എന്താണ് മഞ്ജു കൊല്ലപ്പെട്ടേക്കാനുള്ള കാരണം? 2. അവർക്ക് ഭീഷണിയുണ്ടെന്ന കാരണത്താൽ അവർ ശബ്ദം മാറ്റി സംസാരിച്ച കോൾ അവരോട് ജീവനോളം പ്രണയമുള്ള താങ്കൾ പരസ്യപ്പെടുത്താൻ പാടുണ്ടായിരുന്നു. 3. ഞങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടു എന്നറിഞ്ഞാൽ കൊല്ലപ്പെടും എന്ന അവസ്ഥ ഉള്ളതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് മഞ്ജു വാര്യർ എന്നെ കണക്ട് ചെയ്തത്. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് പുറത്തെത്തിയിട്ടുണ്ട് എന്നത് ഞങ്ങൾക്ക് വ്യക്തമായി. മഞ്ജു വാര്യരുടെ ഫേസ്ബുക്കിൽ പേജിൽ നിന്നും എനിക്ക് ഒരു മെസ്സേജ് ലഭിച്ചതാണ്. 1. മഞ്ജു വാര്യരുടെ സോഷ്യൽ മീഡിയ മറ്റാളുകളും ആക്സസ് ചെയ്യുന്നു എന്നറിയാവുന്നത് കൊണ്ടായിരുന്നു അത്. മറ്റൊന്ന്, മഞ്ജു വാര്യരുടെ അഡ്വക്കേറ്റ് എന്ന് അവകാശപ്പെടുന്ന ശാന്തി ദേവി എന്നെ വിളിക്കുകയും കേസിന്റെ കാര്യം സംസാരിക്കാനോ അമിക്കബിൾ സെറ്റിൽമെന്റിനോ ആയി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ തന്നെ ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജ് അയക്കുകയും ചെയ്തതാണ്. അത്തരം ഒരു മെസ്സേജ് അയക്കാൻ താൻ ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു എന്ന് എന്നോട് മഞ്ജു വാര്യർ പറഞ്ഞു. ഇതൊക്കെ ഞാനും മഞ്ജു വാര്യരും തമ്മിൽ സംസാരിക്കുന്ന വിവരം അവരെ തടഞ്ഞു വെക്കുന്ന മാഫിയയുടെ കണ്ണിൽ അത് അറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കാരണമായി. ഈ സന്ദർഭത്തിൽ ഈ വോയിസ് റെക്കോർഡ് പുറത്തുവിടേണ്ടത് ഒഴിവാക്കാനാവാത്തത് ആയതുകൊണ്ടാണ് ഞാനത് പുറത്തുവിട്ടത്. 1. മഞ്ജു വാര്യർക്ക് വധഭീഷണി ഉള്ളതിന് കാരണങ്ങൾ പലതുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അതിലൊന്നാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിട്ടുന്നില്ല എന്ന് മഞ്ജു വാര്യർ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ട പേജുകൾ പോലും പുറത്തു വന്നിട്ടില്ല. പുറത്തുവന്ന പേജുകളിൽ ആരുടെയും പേരുകളോ മൊഴികളോ ഇല്ല. മൊഴി കൊടുത്തവരുടെ പേരുകൾ പുറത്തുവിടാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് മഞ്ജു വാര്യർ ഇങ്ങനെയാണ് മൊഴി കൊടുത്തതെന്ന് പ്രചരിപ്പിക്കപ്പെട്ടത്? മഞ്ജു വാര്യർ WCCയെ വഞ്ചിച്ചു എന്നും മൊഴി മാറ്റി പറഞ്ഞു എന്നും വ്യാപകമായി വീഡിയോകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രണയം പറഞ്ഞു എന്ന പേരിൽ മാനഹാനി ഉണ്ടായി എന്ന് കേസ് കൊടുത്ത മഞ്ജു വാര്യർ എന്തുകൊണ്ട് അത്തരം വ്യാപകമായ പ്രചാരണങ്ങൾക്കെതിരെ കേസ് കൊടുത്തില്ല? WCCയിൽ മഞ്ജു വാര്യർ സിനിമാ മേഖലയിൽ പ്രശ്നങ്ങളില്ല എന്ന് മൊഴി കൊടുത്തു എന്ന് അടിസ്ഥാനരഹിതമായി പ്രചരിപ്പിക്കപ്പെടുന്ന പോലെയാണ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ മഞ്ജു വാര്യർ സനൽകുമാർ ശശിധരനെതിരെ തനിക്ക് വധഭീഷണിയുണ്ടെന്ന് മൊഴി കൊടുത്തു എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത്. ജീവനോടെയുള്ള കാലം മഞ്ജു വാര്യർ പൊതുജനത്തോട് കാര്യങ്ങൾ പ്രതികരിക്കില്ല എന്ന് ഉറപ്പിക്കാനാണ് അവരെ പുറമെ കാണാനാവാത്ത തടവറയിൽ പാർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ മഞ്ജു വാര്യർ ഏതെങ്കിലും വിധത്തിൽ പൊതുജനത്തോട് സംസാരിക്കുന്ന അവസ്ഥയുണ്ടായാൽ അത് ഉണ്ടാക്കുന്ന ഡാമേജ് ആർക്കാണെന്നും എത്രയാണ് എന്നും ഊഹിക്കാമല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരില്ല എന്ന് ഉറപ്പിക്കാനുള്ള ഈ സർക്കാരിന്റെ ബദ്ധശ്രദ്ധയും ഇവിടെ കാണണം. കാരണങ്ങൾ വേറെയുമുണ്ട് എന്നുമാണ് സനൽകുമാർ പറയുന്നത്.